ഗോൽഗോഥാമലയിൽ ക്രൂശിന്മേൽ രക്ഷയെ കുമ്മേശുവിൻ ആത്മാർപ്പണം. ഗോൽഗോഥാമലയിൽ ക്രൂശിന്മേൽ രക്ഷയേകുമേശുവിൻ ആത്മാർപ്പണം. കാരുണ്യം തൂകുമീ ബലിവേദിയിൽ ബലിയണച്ചിടുവാനൊരുങ്ങിടുന്നു. കാരുണ്യം തൂകുമീ ബലിവേദിയിൽ ബലിയണച്ചിടുവാനൊരുങ്ങിടുന്നു. ഗോൽഗോഥാമലയിൽ ക്രൂശിന്മേൽ രക്ഷയേകുമേശുവിൻ ആത്മാർപ്പണം. ഗോൽഗോഥാമലയിൽ ക്രൂശിന്മേൽ രക്ഷയേകുമേശുവിൻ ആത്മാർപ്പണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയമുള്ളവർ, നമ്മൾ ഇന്ന് ദിവ്യയാഗം സാംസൺ ജോസഫിന് വേണ്ടി കൃതജ്ഞത ബലിയായി അർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം ആ കുടുംബവും വ്യക്തിയും എന്നും അനുഭവിക്കുവാൻ ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുസഭ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ ഓർക്കുകയാണ്. ഏറ്റവും പരിശുദ്ധമായ ഒരു ഹൃദയം നൽകിയ ദൈവമാതാവിനെ തമ്പുരാൻ ഒരുക്കി എന്നത് കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിനോട് ചേർന്ന് തൻ്റെ വിമല ഹൃദയവും വെച്ച് ഈ അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുവെന്ന് നമുക്ക് ഓർക്കാം. അങ്ങനെ ഒരു അമ്മയെ, വിമല ഹൃദയത്തിൻ്റെ ഉടമയായ ഒരു അമ്മയെ നമുക്ക് നൽകിയ വഴി ആ അമ്മയുടെ വലിയ സ്നേഹവും പരിപാലനവും പരിലാളനയും ആ വിമല ഹൃദയത്തിൽ നമ്മളെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിലേക്ക് എത്രയും അടുപ്പത്തോടെ നമ്മളെ ചേർത്ത് വയ്ക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുമെന്നതിനാൽ ഈ അമ്മയെ വിടാതെ പിന്തുടരാൻ നമുക്ക് സാധിക്കട്ടെ. അമ്മയുടെ കൂടെ നമുക്ക് നടക്കാനും അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാനും ആ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാനും നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ മാധ്യസ്ഥം നമുക്ക് ബലിയിൽ തേടാം. ഇവിടെ എല്ലാ ബലിയിലും സന്നിഹിതയാകുന്ന പരിശുദ്ധ അമ്മ, സകല വിശുദ്ധരെയും നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. അവരുടെ വലിയ മാധ്യസ്ഥം നമുക്ക് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും മനസ്തപിക്കുകയും ഈ ദിവ്യബലിയിലെ യഥായോഗ്യം പങ്കുചേരാൻ നമ്മളെ ഒരുക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ പിതാവേ, അങ്ങ് ഏകജാതൻ കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ തൻ്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങളുടെ അമ്മയായി അവിടുന്ന് അവരോധിച്ചുവല്ലോ. അങ്ങനെ ആ മാതാവിൻ്റെ സ്നേഹസഹായത്താൽ അങ്ങേ സഭയെ അനുദിനം കൂടുതൽ ഫലസമൃദ്ധമാക്കാനും മക്കളുടെ വിശുദ്ധിയിൽ ആഹ്ലാദിക്കാനും ജനതകളുടെ കുടുംബങ്ങളെ എല്ലാം തൻ്റെ മടിത്തട്ടിലേക്ക് ആകർഷിക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുളിച്ചെയ്യുന്നു, അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല മണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളക്കുന്നത് പോലെയും ജനതകളുടെ മുൻപിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു. എൻ്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എൻ്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു. ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. സുഭിക്ഷിതം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു. വന്ധ്യ 7 പ്രസവിക്കുന്നു. സന്താന സമ്പത്തുള്ളവർ നിരാലംബയാകുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ദരിദ്രനും ധനികനും ആക്കുന്നത് കർത്താവാണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദരിദ്രനെ അവിടുന്ന് ധൂളിൽ നിന്ന് ഉയർത്തുന്നു. അഗതിയെ കുപ്പയിൽ നിന്ന് സംതരിക്കുന്നു. അങ്ങനെ അവരെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നു. എൻ്റെ ഹൃദയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിച്ച കന്യാമറിയം അനുഗ്രഹീതയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറുസലേമിൽ പോയിരുന്നു. അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോകുന്നു. എന്നാൽ ബാലനായ യേശു ജെറുസലേമിൽ തങ്ങി. മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവരൊരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ച് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കഥാവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വാത്സല്യമുള്ള സഹോദരരെ,
പരിശുദ്ധ അമ്മ ചെയ്ത ഒരു കാര്യം നമുക്ക് ഇവിടെ ഓർക്കാം. വചനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ വരും ജീവിതത്തിൽ. പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനാവാതെ വരും. ഇതെന്താണ് എന്ന് നമ്മൾ അത്ഭുതപ്പെടും. അതുപോലെ തന്നെ ജീവിതത്തിലെ പല സംഭവങ്ങളെയും നമുക്ക് അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആഴം ഒക്കെ മനസ്സിലാകാതെ ചിലപ്പോഴൊക്കെ പകച്ചു നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുണ്ടാകും. അങ്ങനെ മനസ്സിലാകാതെ വരുമ്പോൾ ഇതാ പരിശുദ്ധ അമ്മ നമുക്കിത് വലിയൊരു മാതൃക നൽകുകയാണ്. പറയുകയാണ്, ഈ കാര്യങ്ങൾ അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ദൈവികമായ വെളിപാടുകൾ, ദൈവികമായ രഹസ്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനാവാത്ത ജീവിത പശ്ചാത്തലങ്ങളുണ്ടാകുമ്പോൾ അമ്മ മാതൃകയാകുന്നു. അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുക, എന്നിട്ട് കർത്താവിൻ്റെ വെളിപാടുകൾക്കായി കാത്തിരിക്കുക. ആ സമയത്തിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ എളിമയോടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക, സ്വാംശീകരിക്കുക, കർത്താവിൻ്റെ വെളിച്ചത്തിനായിട്ട് കാത്തിരിക്കുക. ഈ ഒരു കാര്യം നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് സ്വീകരിക്കാം. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ദിവസത്തിൽ നമ്മളെ മുഴുവനായിട്ടും ഈ അമ്മയുടെ വാത്സല്യത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അമ്മയുടെ വലിയ മാധ്യസ്ഥം വഴി നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമുക്കെപ്പോൾ ഉയർത്താം. നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ ദിവ്യപുത്രൻ്റെ അമ്മയെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇപ്പോൾ തന്നെ അമ്മയുടെ വിമല ഹൃദയം വഴി അങ്ങേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ എളിയ സമർപ്പണത്തെ സ്വീകരിക്കണമേ. ഈ ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ജീവിത സമസ്യകൾ, അവരുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവരുടെ സന്തോഷങ്ങൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് അവിടുന്ന് അമ്മ വഴിയായി സ്വീകരിച്ച് ഈ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ടാകാൻ മനസ്സാകണമേ. ഈ അമ്മ വഴി ഞങ്ങളെ സമൃദ്ധമായ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. അർപ്പണം അർപ്പണം ആത്മാർപ്പണം, യേശുവേ നിൻ മുൻപിൽ ഹൃദയാർപ്പണം. അർപ്പണം അർപ്പണം ആത്മാർപ്പണം. ആബേലിൻ നിർമ്മലമാമർപ്പണം പോലെ അബ്രാഹമന്നു ചെയ്തോരർപ്പണം പോലെ. ആബേലിൻ നിർമ്മലമാമർപ്പണം പോലെ അബ്രാഹമന്നു ചെയ്തോരർപ്പണം പോലെ. മറിയത്തിൻ ശ്രേഷ്ഠമാമർപ്പണം പോലെ ഞാനും എന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു. മറിയത്തിൻ ശ്രേഷ്ഠമാമർപ്പണം പോലെ ഞാനും എന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് സ്വീകരിക്കുകയും അവ രക്ഷയുടെ കുദാശയായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ. അതിൻ്റെ ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ ഉപവിയാൽ ഞങ്ങൾ ഉജ്ജ്വലിക്കപ്പെടുകയും ആ അമ്മയോടൊപ്പം രക്ഷാകര പ്രവൃത്തിയോട് കൂടുതൽ ഐക്യപ്പെടാൻ അർഹരാകുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന
കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. സകല വിശുദ്ധരുടെയും സ്തുതിപ്പിൽ പങ്കുചേർന്ന വിസ്മയാവഹനായ അങ്ങയെ പ്രകീർത്തിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായും ലോകമാസകലം മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിൻ്റെ സമൃദ്ധി യുഗങ്ങൾ തോറും സൂചിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ 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 നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന 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 കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന 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 ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ പറഞ്ഞ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട്
അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം, തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗത്തിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ പേരിലേക്കും ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടുന്ന് എഴുന്നള്ളണമേ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. നിത്യപുരോഹിതനായ ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കുരിശിൽ തൂങ്ങിക്കിടന്നപ്പോൾ യേശു താൻ സ്നേഹിച്ച ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിത്രാണത്തിൻ്റെയും ജീവൻ്റെയും അച്ചാരം സ്വീകരിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ സഭ കന്യകാമറിയത്തിൻ്റെ മാതൃസഹജമായ സഹായത്താൽ
സകല ജനങ്ങളെയും സുവിശേഷ പ്രഘോഷത്താൽ പഠിപ്പിക്കുകയും ഭൂതലമകിലം ആത്മാവിൻ്റെ വർഷത്താൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മുഖ്യ ദിവദൂതനായ വിശുദ്ധ മിഖായേലേ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണം. പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ദൈവം അവനെ ശാസിക്കട്ടെ. ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. എത്രയുള്ള മാതാവേ, അങ്ങയുടെ സന്നിധിയിലൂടെ അങ്ങയുടെ സഹായം അപേക്ഷിച്ചാരെയും കൈവിടപ്പെട്ടതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയുള്ള മാതാവ് ഇവണമുള്ള ശരണത്താൽ ഉറച്ച പാദങ്ങൾ ഞങ്ങൾ അണയുന്നു. കണ്ണുനീർ ചിന്തി പാപിയായ ഞങ്ങളെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധി നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, ഞങ്ങളുടെ അമ്മയെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവകനേ,